പെണ്ണ് കളിക്കാൻ വേണ്ടി ഇവിടെ കുറെ പുരുഷന്മാർ സ്ത്രീകളെ പോലെ കിടന്ന് ചേഷ്ടകളൊക്കെ കാണിക്കുന്നു. ഇവര് പിന്നെ എന്താ കാണിക്കുന്നത്? ജാസിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തേ ഇല്ല. ജാസി വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ട് കമ്മ്യൂണിറ്റീസിനോടായിട്ടുണ്ട്. അക്കട പക്കട. അപ്പൊ ഇവർ ഈ 39 വയസ്സിൽ ഇവർ സർജറി ചെയ്യുന്നത്. അപ്പൊ ഈ 39 വയസ്സ് വരെ ഇവർ പൂർവ്വ പുരുഷനായിരുന്നു. അവർ അക്കട പക്കട അല്ലായിരുന്നു. ഞാൻ മാലിക പണിക്കറിനെ വെല്ലുവിളിക്കുന്നു. ധൈര്യം കൊണ്ട് എന്റെ വീട് വരെ ഞാൻ കാല് വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ സെക്ഷുവാലിറ്റി ചോദിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നോട് അഡ്ജസ്റ്റ്മെന്റിന് ചോദിച്ചു. ഞങ്ങളോടൊന്നും ഈ പറഞ്ഞ ആരും ഒന്നും ചോദിക്കാറില്ല. ചിലവർക്ക് സ്ത്രീകളുടെ വചനം കാണുന്നത് പോലും ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഒരാൾക്കാർ ഇത് ശരീരത്തിൽ ചെയ്യണമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്റെ സ്കിന്ന് നോക്കൂ, എന്നെ കണ്ട ശോഭനെ പോലില്ലേ, വി ആർ ലൈക്ക് ഭയങ്കര സംഭവം എന്നൊക്കെ പറയുന്ന സമയത്ത് we are not like that. നമ്മളിനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, എത്ര സർജറി ചെയ്തെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ വുമൺ അല്ല. ഒന്നെങ്കിൽ ലുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ ചാനലുകാരാണ് പറഞ്ഞാലും നോക്കുന്നത് കൊള്ളാവുന്ന ഫിഗറാണോ എങ്കിൽ നമുക്ക് ഇന്റർവ്യൂ കൊടുക്കാം, അത്രേ ഉള്ളൂ. അവരെന്ത് പൊട്ടത്തരം പറയുന്നു അത് പബ്ലിക് കാണും, അത് ശരി വെക്കുന്നു. ഞങ്ങൾ സാമ്പത്തികമായി, ജാതീയമായി, നിറപരമായി, സാമൂഹികമായി സാധാരണ സമൂഹത്തിൽ ഏറ്റവും മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ക്യൂറായിട്ടും ട്രാൻസായിട്ടും ജീവിച്ചിരിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു സർവൈവലാണ്. അക്സെപ്റ്റഡ് വുമൺ ആയിട്ട് ജീവിച്ചിരിക്കുക എന്നുള്ളതും ഒരു സർവൈവൽ തന്നെയാണ്. ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറഞ്ഞാൽ ടെക്നിക്കൽ ടേം അല്ലേ എന്ന് അവർ പറയുന്നത്. എന്നോടൊപ്പം ഉള്ളത് മെഹറു തെരേസയും അനുവാണ്. നമസ്കാരം. നമസ്കാരം. എന്നോട് ഇൻബോക്സിൽ മെഹനാണല്ലേ മെസ്സേജ് അയച്ചത്. തെരേസ, അതന്നെ തെരേസ, നിങ്ങൾക്ക് എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാവോ രണ്ടുപേരും? എൻ്റെ പേര് അനു. ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ സ്കൂൾ ഓഫ് ജെൻഡർ സ്റ്റഡീസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങിയതാണ്. ഇപ്പം ഞാൻ PhDക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടക്കുന്നു. അടുത്ത മാസം PhDക്ക് ജോയിൻ ചെയ്യും, ഒഫീഷ്യലായിട്ട് ജോയിൻ ചെയ്യും. സോ അങ്ങനെ നിൽക്കുന്നു. കമ്മ്യൂണിറ്റിയിലുള്ളതാണ്. ഏകദേശം 2014 സമയങ്ങളിൽ കമ്മൗട്ടായിട്ട് കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളായിട്ട് മുന്നിട്ട് പോയതാണ്. ഞാനടക്കമുള്ള ആളുകൾ ഞങ്ങളുടെ ജില്ല മാത്രം കേന്ദ്രീകരിച്ച്, എന്നാൽ ജനറൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഇഷ്യൂവിലൊക്കെ ഉൾപ്പെട്ടിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. വളരെ സമാധാനപരമായിട്ട്. എൻ്റെ പേര് മെഹറു തെരേസ, കോട്ടയമാണ്. പഠിത്തമൊക്കെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നൊന്നുമില്ല, എക്സ്പ്ലോർ ചെയ്യുവാണ്. ലൈഫ് എക്സ്പ്ലോർ കണ്ടീഷൻസ് ഒന്നുമില്ല, ലിമിറ്റേഷൻസ് ഒന്നുമില്ല. കോട്ടയം ജില്ലക്കാരാണ്. മെഹറു കോട്ടയം CBI പ്രവർത്തനമൊക്കെ ഉണ്ട്, കമ്മ്യൂണിറ്റി പ്രവർത്തനമൊക്കെ ആയിട്ട് അങ്ങനെ. ജസ്റ്റിസ് ബോർഡ് അംഗമാണ്. ജസ്റ്റിസ് ബോർഡ് മെമ്പറാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ബേസിക്കലി ഇറ്റ് വുഡ് ബി ദ വിയർഡസ്റ്റ് ഇൻ്റർവ്യൂ യു വിൽ, നിങ്ങൾ ഇതുവരെയായിട്ട് എടുത്തിട്ടുള്ളതിൽ ഏറ്റവും വിയർഡസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും. കാരണം ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കഥകൾ പറയാനോ ചിരിക്കാനോ ഉല്ലസിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളൊരു കാര്യം നേടിയെന്ന് പറയാനോ അല്ല. വി ആർ ജസ്റ്റ് കെയിം ഹിയർ ഫോർ മാർക്കിംഗ്. ഒരു കാര്യം അടയാളപ്പെടുത്താൻ വേണ്ടി മാത്രം കുറച്ച് മനുഷ്യർ വരിക എന്നുള്ളതാണ്. അപ്പം ഇതിനു മുമ്പ് ഞങ്ങളൊരു സെലിബ്രിറ്റി അല്ല. ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിൽ ഒതുങ്ങിക്കൂടി മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷെ ഞങ്ങൾക്ക് മുന്നോട്ട് വന്ന് സംസാരിക്കേണ്ട ഒരു ബാധ്യത ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് മാത്രം വരുന്നതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പ്രൈവസിയെ വളരെയധികം മാനിക്കുന്നു. എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെ മാനിക്കുന്നു. ഫാമിലി, മെഹ്റു ആണെങ്കിലും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൈവസിയെ മാത്രം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പം ഞങ്ങൾക്കെതിരെ നടക്കുന്ന വളരെ പ്രശ്നകരമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സിനാരിയോ അത് ഉടലെടുത്തിരിക്കുന്ന സിനാരിയോ അടയാളപ്പെടുത്താതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഞങ്ങളുടെ എക്സിസ്റ്റൻസിനെ തന്നെ, ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ളവരുടെ എക്സിസ്റ്റൻസിനെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം വെളിയിൽ കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. നിങ്ങൾ എന്തോ ഒരു പരാതി കൊടുത്തിരുന്നു അല്ലേ? പരാതി കൊടുത്തിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം ഞങ്ങളൊരു പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് ആൾക്കാർക്ക് ചിലപ്പം ദഹിക്കണമെന്നില്ല. ആർക്കെതിരെയായിരുന്നു പരാതി? മാലിക പണിക്കർ. കുറച്ച് ദിവസമായി ട്രെൻഡിങ് ആണ് ഇപ്പോൾ. ഇൻസ്റ്റയിലും FBയിലും ഒക്കെ കിടന്ന് പുള്ളിക്കാരുടെ കട്ട് പീസുകൾ ഓടുന്നുണ്ട്. അത് അത്ര ശരിയായ സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല. സാധാരണ കമ്മ്യൂണിറ്റീസിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പം പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവർക്ക് അത് പ്രശ്നമില്ലായിരിക്കാം. എല്ലാ അർത്ഥത്തിലും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അല്ലാത്ത കുറേ സാധാരണക്കാരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി സംസാരിക്കാവുന്നതാണ്. അവർക്ക് വേണ്ടി അവരുടെ സ്പേസുകളോ അല്ലെങ്കിൽ അവരുടെ വോയിസുകളോ ആരും കേൾക്കുന്നുമില്ല, കാണുന്നുമില്ല. എല്ലാവരും കാണുന്നത് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് കേൾക്കുന്നതും അറിയുന്നതും. അതിനെ വെച്ചിട്ടാണ് ഇപ്പോൾ ജഡ്ജ്മെന്റ് ചെയ്യുന്നത് പബ്ലിക്കാന്ന് പറഞ്ഞത്. അപ്പോൾ മാലിക പണിക്കരെ പോലെ അത്രയും വിസിബിലിറ്റി നല്ല ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളും അത്
എന്താ മലേഷ്യയിലൊക്കെ സെറ്റിലായിട്ടുള്ള ഒരാളാണ്. പുള്ളിക്കാരുടെ വായിൽ നിന്നും ഇങ്ങനത്തെ വളരെ അതായത് ക്യൂർ മനുഷ്യരെ മൊത്തം മോശമാക്കുന്ന തരത്തിലേക്കും ഉള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നത്. അതിന്റെ പ്രൂഫെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് സാധാരണ കുറെ കമ്മ്യൂണിറ്റീസിനെ അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, എന്തായിരുന്നു അതിലൊരു ക്യൂർ വിരുദ്ധത തോന്നിയത്? അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾക്ക് എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ. മാലിക പണിക്കരുടെ ഒരു ഇന്റർവ്യൂ നമ്മൾ 2 ചാനലിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്നാമത്തത് എന്തോ ഫ്രെയിം സ്റ്റെപ്സ് എന്ന് പറഞ്ഞൊരു ഒരു പെൺകുട്ടി എടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ, പിന്നെ ഒരു പയ്യൻ എടുത്തിട്ടുള്ളതായിരുന്നു. അതിന്റെ പേരെന്തോ എന്തോ ഇതാണ്. അപ്പം ഇതിനകത്ത് രണ്ടിനകത്തും നമ്മൾ കാണുന്ന വെച്ചാൽ ഒരു ട്രാൻസ്പേഴ്സണെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഹെട്രോ ആയിട്ടുള്ള ആൾക്കാരാണ്. ബേസിക്കലി അവർ ഹെട്രോനോമേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്, ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പം ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ ഇപ്പം നിങ്ങളെ കാണുമ്പം എനിക്ക് നിങ്ങളെക്കുറിച്ച് ക്യൂരിയോസിറ്റി തോന്നേണ്ട കാര്യമില്ല. വാട്ട് അബൌട്ട് യുവർ സെക്ഷുവാലിറ്റി? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് കഴിച്ചോ, സുഖമാണോ, വീട് എവിടെയാ, ഇത് പഠിച്ചോ എന്ന് ചോദിക്കുന്നതല്ലാതെ നിങ്ങളുടെ സെക്ഷുവാലിറ്റി എന്താ, നിങ്ങളുടെ സെക്ഷൽ പ്രാക്ടീസ് എന്താണെന്ന് മാത്രമല്ല ചോദിക്കുന്നത്. ഹ്യൂമൻ ബീയിങ്സ് ആർ ഓൾസോ സോഷ്യോ ആനിമൽസ്. ഇപ്പം ഒരു ട്രാൻസ്പേഴ്സണെ കസേരക്കിപ്പുറം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അയാളോട് ചോദിക്കേണ്ട അയാളുടെ ലൈംഗികതയെ പറ്റി മാത്രമല്ല, അയാൾക്ക് വേറെയും കുറേ ലൈഫുകളുണ്ട്, ലൈഫ് സ്ട്രഗിളുകളുണ്ട്. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളെ സെക്ഷുവലി ഒന്ന് കൺസ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് ഈ ലൈംഗിക ന്യൂനപക്ഷത്തിൽപ്പെട്ട മനുഷ്യരെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ലൈംഗികത മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഒരു നറേഷൻ ബേസിക്കലി ഉണ്ടായി വരുന്നുണ്ട്. അത് ഇപ്പം മാലിക പണിക്കരുടെ കാര്യത്തിൽ നമ്മൾ എന്തിനാണ് ഇതിനു മുമ്പ് എന്താ പറയാത്തതെന്നൊക്കെ നമ്മൾ ചോദിക്കും. മാലിക പണിക്കർ ഒരു ഈ പറയുന്ന ക്യൂർ ഫോബിയയുടെ, ഹോമോഫോബിയയുടെ ഒരു ട്രാൻസ്നാഷണലിസ്റ്റ് വേർഷനാണ്. അവർക്ക് ഈ ഇവർ പറയുന്ന ഓരോ ക്യൂർ വിരുദ്ധതയും, കേരളത്തിനെ കുറിച്ച് പറയുന്ന ഓരോ ക്യൂർ വിരുദ്ധതയും അത് പറയാൻ അവർക്ക് അവകാശമുണ്ടെന്ന് ഒരു പൊളിറ്റിക്കൽ ക്യൂർ എന്നുള്ള രീതിയിൽ എന്നെക്കൊണ്ട് അംഗീകരിക്കാൻ വ്യക്തിപരമായിട്ട് സാധിക്കുന്നില്ല. ഞാനും മെഹറുവും ഒക്കെ കമ്മിങ് ഔട്ട് ആയിട്ടുള്ള ഏജ് 18-19 വയസ്സാണ്. അതിന് എത്രയോ കാലം മുമ്പ് തന്നെ നമ്മുടെ റെസിസ്റ്റൻസ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മാലിക പണിക്കർ 39 വയസ്സ് വരെ അവർ മലേഷ്യയിലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. 39-40 വയസ്സിലേക്ക് 39 വയസ്സിലാണ് അവരവരുടെ സ്ത്രീത്വം പ്രാപിക്കുന്നത്. മലേഷ്യ പോലൊരു സ്ഥലത്ത് അതിനകത്ത് വളരെയേറെ ഇസ്ലാമിസ്റ്റ് ഭരണവ്യവസ്ഥതയുള്ളൊരു സ്ഥലമാണത്. അവിടെ ഇപ്പോഴും ക്യൂർ മനുഷ്യർ ക്രിമിനൽസ് തന്നെയാണ്. ഇപ്പോഴും LGBTIQ മനുഷ്യർ ക്രിമിനൽ ആകുന്ന ഒരു സ്ഥലത്ത് എല്ലാവിധ പ്രിവിലേജുകളും കൂടെ സർജറി ചെയ്ത് 39 വയസ്സിലെ പുരുഷനായിരുന്ന് 39 വയസ്സ് കഴിഞ്ഞ ദിവസം അവർ പഠിപ്പിക്കുന്ന കുട്ടികളെല്ലാം നിരത്തിയിരുത്തി നാളെ തൊട്ട് ഞാൻ സ്ത്രീ ആകുകയാണ്. അവരുടെ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നെ ഇങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെന്ന് പറയാൻ പ്രിവിലേജ് ഉള്ളൊരു മനുഷ്യനാണത്. വീണ്ടും കുട്ടികളെയൊക്കെ പഠിക്കാനായിട്ട് വരുന്ന പ്രിവിലേജുള്ള ഒരു മനുഷ്യനാണ്. അയാൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ചെയ്തു. അയാളുടെ ഗവൺമെൻറ്റിൻ്റെ ചെക്കിങ് എല്ലാം വളരെ ക്ലിയർ കട്ടായിട്ട് ചെയ്തു എന്ന് അയാൾ പറയുന്ന സാധനം ഈ ഫിനാൻഷ്യൽ പ്രിവിലേജ്, കാസ്റ്റ് പ്രിവിലേജ്, അയാളുടെ സ്കിൻ കളറിൻ്റെ പ്രിവിലേജ്, പിന്നെ അയാളുടെ ഹോൾഡുകൾ. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഫുട്ടിൻ്റെ ഗുരു പറയുന്നുണ്ട്, ഞാൻ വൈജയന്തിമാല എൻ്റെ ഗുരുവാണ്, അവരെൻ്റെ ഗുരുവാണ്. നമുക്കിവരൊന്നും കാണാൻ പറ്റുന്ന പോലും ഇല്ല. ബിക്കോസ് വി ആർ നോട്ട് പ്രിവിലേജ് ടു സീ ദം, ടു സീ ദാറ്റ് കൈൻഡ് ഓഫ് മിറാക്കുലസ് പേഴ്സൺസ്. അപ്പം ഇങ്ങനെ പ്രിവിലേജിൻ്റെ പുറത്തിരുന്ന ഒരാൾ മെടയുന്ന ചട്ടക്കൂടുകൾ നോക്കൂ. ഇങ്ങനെ ആയിരിക്കണം ശരിയായ കമ്മ്യൂണിറ്റി. അവർ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്നവരായിരിക്കണം, അവർ സെമി സർജറിയുടെ ആകരുത് എന്നൊക്കെ പറയുന്ന ഒരാളുണ്ട്. അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അയാൾ ഏത് രാജ്യത്താണോ സിവിലിയൻ ആയിരിക്കുന്നത് അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുശാസിക്കുന്ന സാധനങ്ങൾ അയാൾ ഓക്കെ പറയുന്നു, ഞാൻ അതിൽ പൂർണ്ണത എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. ബട്ട് ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് കൺസിഡറിങ് അബൌട്ട് ദ ഹിസ്റ്ററി ആൻഡ് സ്ട്രഗിൾസ് വിച്ച് ഈസ് ഡൺ ബൈ ദിസ് ലാൻഡ്. കേരള ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, നമ്മൾക്ക് നൽസ തൊട്ട് തുടങ്ങുന്ന ഒരു ചരിത്രമുണ്ട്. ദിസ് വാസ് നോട്ട് ഡൺ ബൈ മാലിക പണിക്കർ. മാലിക പണിക്കർ വാസ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി ഓഫ് ദ സ്ട്രഗിൾസ് ഇൻ ദ റോഡ്സ്. ഇവിടെ നമ്മുടെ പ്രെഡിസസേഴ്സ് ആയിട്ടുള്ള ശീതൽ ശ്യാം ആയിക്കോട്ടെ, ഫൈസൽ ഫൈസു ആയിക്കോട്ടെ, സൂര്യ ആയിക്കോട്ടെ, സൂര്യ കുറച്ചുകൂടെ ബോഡി കൊണ്ട് അവർ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുള്ള ആളാണ്. ബട്ട് ആക്ച്വൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം ഈ തല്ലുകൊണ്ട്, അടികൊണ്ട്, സമരം ചെയ്ത് ഒക്കെ റൂട്ടിലിറങ്ങിയിട്ട് ചെയ്തിട്ടുള്ള കുറേ ട്രാൻസ്പേഴ്സൺസ് ഉണ്ട്, കുറേ ഗേ മനുഷ്യരുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വിസിബിലിറ്റി വരുന്നതിന് മുമ്പ് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് ഒരുപാട് ഫെമിനിസ്റ്റ് പീപ്പിൾസ് ഉണ്ട്, തീർച്ചയായും ലെസ്ബിയൻ പീപ്പിൾസ് ഉണ്ട്. അപ്പം ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒരു
ട്രാൻസ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ക്യൂർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇവർ വിചാരിക്കുന്നത് പോലെ ഡിഗ്നിറ്റിയിൽ മാത്രം ഉണ്ടായിട്ടുള്ള കാര്യമല്ല. വെൻ ഇറ്റ് കംസ് ടു ദ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്, ക്യൂർ വിഷയങ്ങളിൽ കുറച്ചുകൂടെ ഇതായിട്ടുള്ളത് നമ്മുടെ സെക്സ് വർക്കേഴ്സ് ആയിട്ടുള്ള ഫീമെയിൽ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ട്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ദെൻ സം പ്രോഗ്രസീവ് പേഴ്സൺ എങ്ങനെയാണോ അടിവെച്ച് 2009, 2014, 2019 ഡീക്രിമിനലൈസേഷൻ, 2019 ട്രാൻസ്ജെൻഡർ നയം, ഇതിലൊന്നും തന്നെ മാലിക പണിക്കർ ഇല്ലായിരുന്നു. ഷി വാസ് ഇൻ ദെയർ വിത്ത് ഓൾ ദ പ്രിവിലേജ്. ആൻഡ് പിന്നെ അവരുടെ കമൻറ്റുകളിൽ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ, ഐ വിൽ റീഡ് സംതിങ്. ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ 6ാമത്തെ മിനിറ്റിൽ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഫ്രീഡം ഓഫ് ഇന്ത്യൻ പീപ്പിൾ. ഇന്ത്യയിലെ പീപ്പിൾ എന്ന് പറഞ്ഞാൽ trans people are the people, lesbian people are the people of India. There is no such discriminatory thing. അവർ വളരെ അനുഭാവപൂർവ്വം പറയുന്നുണ്ട് ഗേ ലെസ്ബിയൻ ക്യൂർ ഒന്നും സിംഗപ്പൂരിൽ ഇല്ല എന്നവർ പറയുന്നുണ്ട്. ബട്ട് ഹിയർ ദേ ആർ. നമ്മുടെ ഡെമോക്രാറ്റിക് രാജ്യത്തിൽ അവരുണ്ട്. They are the people of India. They are not the male of India, they are not the female of India, they are not the trans of India, they are the people of the India. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൽ ഇരുന്നിട്ട് വേറൊരു രാജ്യത്തിൻ്റെ ഭരണവ്യവസ്ഥയിലുള്ള ശരികളെ ഇങ്ങോട്ട് പുട്ട് ചെയ്യുമ്പം അത് ഇവിടുത്തെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. എൻ്റെ സ്കിന്ന് നോക്കൂ, എന്നെ കണ്ട ശോഭനെ പോലില്ലേ, വി ആർ ലൈക്ക് ഭയങ്കര സംഭവം എന്നൊക്കെ പറയുന്ന സമയത്ത് വി ആർ നോട്ട് ലൈക്ക് ദാറ്റ്. ഇപ്പം എന്നോട് ചോദിക്കുകയാണ് ഡു വാണ്ട് ടു ബി എ ഫീമെയിൽ എന്ന് ചോദിക്കുകയാണ്, എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഫീമെയിൽ ഈസ് ഫീമെയിൽ. ദോസ് ഹു വിഷ് ടു ബിക്കം ഫീമെയിൽ, they are also female, but I don't want to be female. I believe in a non-binary structure where the sex and gender are not determining the rights and എന്താണ് നമ്മുടെ cerebrum of persons. ആ ഒരു കൈൻഡിലാണ് നമ്മൾ ബിലീവ് ചെയ്യുന്നത്. അതിനിപ്പോൾ എന്ത് തന്നെ വിളിച്ചാലും നോ പ്രോബ്ലം. ആൻഡ് വി ക്യാൻ ഐഡൻറ്റിഫൈ വാട്ട് എ വുമൺ ഈസ്. ഒരു സ്ത്രീ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് നേരിടുന്ന പ്രശ്നം, ഒരു പെൺകുട്ടിയായിട്ട് ജനിക്കുമ്പോൾ തൊട്ടുണ്ടാകുന്ന ഡിസ്ക്രിമിനേഷൻ ആർ ഡിഫൈനിങ് എ വുമൺ എന്ന് ഞാൻ ഇത്രയൊക്കെ കാര്യമായിട്ട് പറയേണ്ട കാര്യമൊന്നും ഇല്ല. നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, എത്ര സർജറി ചെയ്തെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ വുമൺ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കാറ്റഗറി കിടക്കുന്നത്. ഫീമെയിൽ ആവുന്നില്ല, അത് വേറൊരു ജെൻഡറാണ്. നമുക്ക് അവരെ ഇഷ്ടമാണ്, നമ്മൾ അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും നമ്മൾ നമ്മളിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊരു ആസ് എ കമ്മ്യൂണിറ്റി ഒരാൾ നിലവിൽ അയാളുടെ ശാരീരിക മാനസികാവസ്ഥയിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അയാൾ എന്തിനാണ് സർജറി ചെയ്യേണ്ട ആവശ്യം? ഒരു നിർബന്ധം വരുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇത്തരം സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ പറഞ്ഞു തോന്നുന്നു സർജറി ചെയ്ത് വേണം. ഞാൻ പൂർണ്ണമായിട്ടുള്ള അപ്പൊ ഇവർ ഈ 39 വയസ്സിൽ ഇവർ സർജറി ചെയ്യുന്നത്. അപ്പൊ ഈ 39 വയസ്സ് വരെ ഇവർ പൂർണ്ണ പുരുഷനായിരുന്നു, അവർ അക്കടപക്കട അല്ലായിരുന്നു. അപ്പൊ അവർ അക്കടപക്കടയൊക്കെ തന്നെ ആയിരുന്നു. അതിന് ശേഷമാണ് പൂർണ്ണ പുരുഷനായിരുന്നു ഇവർ വാദിക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവരെന്തിനാ ഈ ഐഡന്റിറ്റി ചൂസ് ചെയ്തത്? അപ്പൊ ഊട് വർത്തമാനം പറയുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും. അവര് ഭയങ്കര ക്രൂക്കഡാണ്. അവർ കറക്റ്റ് പിടിക്കുന്ന ജാസീനെയാണ്. ജാസീനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തേയില്ല. ജാസി വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ട് കമ്മ്യൂണിറ്റീസിനോടായിട്ടുണ്ട്. അയാൾ എന്തോ പാവമായിരിക്കും, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ അയാൾക്ക് വരുന്ന നെഗറ്റീവ് കൂടെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അയാൾ വന്നതിന് ശേഷമാണ് ഇത്. ഇപ്പൊ പുള്ളിക്കാരി വന്നിട്ട് അയാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. അയാൾ എന്തോ ആയിക്കോട്ടെ, ഇവർക്ക് അതിന് റൈറ്റ്സ് ഇല്ല. അല്ലെങ്കിൽ ഇവർ അവരുടെ വീട്ടിൽ പോയി സംസാരിക്കുക. ഇവരാരാ? നാളെ എൻ്റെ വീട്ടിൽ വരുമോ? ഞാൻ മാലിക പണിക്കറിനെ വെല്ലു വിളിക്കുന്നു, ധൈര്യം കൊണ്ട് എൻ്റെ വീട് വരുമോ? ഞാൻ കാല് തല്ലി ഓടിക്കും. അതിന് ആവശ്യമൊന്നും ഇല്ല. ഒരാൾ മിനിമം റൈറ്റ്സ് കയറി സംസാരിക്കേണ്ടതോ പ്രവർത്തിക്കേണ്ടതോ കാര്യമൊന്നും ഇവിടെ ഇല്ല. ഇനി അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ഉണ്ട്, ഇവിടെ നിയമങ്ങളും ഉണ്ട്. ഇവരാരും നിയമത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവർ പഠിച്ചു വെച്ചിരിക്കുന്ന എന്നെ പോലെ എങ്ങനെയാ അവരാദ്യം നോർമൽ ആകാൻ പറയണം. അവർ പറയുന്നത് പെണ്ണ് കളിക്കാൻ വേണ്ടി ഇവിടെ കുറെ പുരുഷന്മാർ സ്ത്രീകളെ പോലെ കിടന്ന് ചേഷ്ടകളൊക്കെ കാണിക്കുന്നു. ഇവർ പിന്നെ എന്താ കാണിക്കുന്നത്? ഇവർ നടനമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആണ് ഇവർ ചേഷ്ടകൾ തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പിന്നെ നോർമലൈസ്ഡായി ഈ കേരളത്തില്. ഇവരാണ് ഹിജടകളെ പോലെ, പണ്ടത്തെ ഹിജടയെ പോലെ ഇങ്ങനെയൊക്കെ കിടന്നിട്ട് ഈ വക ചേഷ്ടകൾ കാണിക്കുന്നത്. ഞാൻ നർത്തകിയാന്ന് കാണിക്കാൻ വേണ്ടി ഒരു ചേഷ്ട എക്സ്പ്രഷൻ ഞങ്ങളൊക്കെ ഇപ്പോഴും സംസാരിക്കുന്നത് വളരെ നാച്ചുറലായിട്ടല്ലേ സംസാരിക്കുന്നത്. ഇവർ തന്നെ കുറേ കാര്യങ്ങൾ ഇവർ തന്നെ തീരുമാനിച്ചു വെച്ചിട്ട് ഇവർ അത് നമ്മളെല്ലാം ഉൾക്കൊള്ളണം എന്ന് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആലോചിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഇപ്പം ഒരു മെഹ്റു തെരേസയോ ഒരു അനുവോ അല്ലെങ്കിൽ ഒരു ശാന്തി വാസുദേവോ അല്ലെങ്കിൽ വേറൊരാളോ ഒരു സാധാരണക്കാരുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ ഇവിടെ ചോദ്യം ചെയ്യാൻ ആളുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യാൻ ആളുണ്ട്.
അവരെ ഉപദേശിച്ച് നന്നാക്കാൻ ആളുണ്ട്, അവരെ കമ്മ്യൂണിറ്റി എന്നാന്ന് പഠിപ്പിക്കാൻ ആളുണ്ട്. ഇപ്പം എന്ത് ആരും ഇല്ലേ? മാളിക പണിക്കർ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് എന്താ അവർക്കെതിരെ ഒരു സ്റ്റേറ്റ്? ഇവിടെ ഇഷ്ടംപോലെ ആക്ടിവിസ്റ്റുകളുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ എന്താ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആണും പെണ്ണും ഒക്കെ ഉണ്ട്. ഇവരുടെ എല്ലാം ഈ സൈലൻസ് ആണ് ഞങ്ങളെ ഭയപ്പെടുത്തിയത്. ഇവരെന്താ മിണ്ടാതിരിക്കൽ. ഇതെന്ത് പണിക്കർ എന്നുള്ളൊരു വാലുള്ളത് കൊണ്ടാണോ എന്ന് ഞാൻ ചിന്തിച്ചു. 100-300 പേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. ഈ കമ്മ്യൂണിറ്റിയിലെ ഈ ഗ്രൂപ്പിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ഒരു വിഷയം എടുത്ത് ഉന്നയിച്ചിട്ടു. വളരെ 2-3 പേരല്ലാതെ ആരും ഇത് ഒരു പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റിനെ കൊണ്ട് ഞങ്ങൾ ചൊറിഞ്ഞ് ഇട്ടുകൊടുത്ത് സംസാരിപ്പിക്കേണ്ടി വന്നു, ഞങ്ങൾക്ക് സപ്പോർട്ട് ഇല്ലാതിട്ട്. അപ്പോൾ ഞങ്ങൾ ആലോചിക്കും, അപ്പോൾ അന്ന് ഇവർക്ക് അതിന് മാത്രം കേരളത്തിൽ പിടിപാടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇവരെല്ലാം എന്തിനാണ് അവർ ഈ ഭയമാണ്, ഇവരെന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ഇപ്പം മെഹ്റു തെരേസന് കൈ ചൂണ്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ബാനുവിന് കൈ ചൂണ്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ മാളിക പണിക്കരെ നമുക്ക് കൈ ചൂണ്ടാൻ പറ്റണം. അത് മാളിക പണിക്കർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു പ്രിവിലേജ്ഡ് ബോഡിക്കകത്തിരുന്നുകൊണ്ട് ഇവർ പറഞ്ഞു വിടുന്ന ഈ കാര്യങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ബൈനറി അക്സെപ്റ്റൻസ് സൊസൈറ്റി വെളിയിലുണ്ട്. ഒരു 3-4 കാരണങ്ങളൊന്ന് പറയാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും പറയാമല്ലോ. ഇവർ ഈ ഇന്റർവ്യൂവിനകത്ത് ജൂനിയർ സീനിയർ എന്നൊരു പ്രയോഗം എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കേരള ട്രാൻസ്ജെൻഡർ ആ ഒരു കൾച്ചറിൽ അല്ലെങ്കിൽ ആ ഒരു ചരിത്രത്തിൽ ദർ ഈസ് നോ ജൂനിയർ ആൻഡ് സീനിയർ ട്രാൻസ്ജെൻഡർ പേഴ്സൺ. അല്ലെങ്കിൽ ഒരു ജൂനിയർ സീനിയർ ഇതില്ല. നമ്മളെല്ലാവരും ജനിക്കുന്നു, നമ്മളെല്ലാവരും വിഭിന്നങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളോടെ പോകുന്നു, ഞങ്ങൾ സർവൈവ് ചെയ്യുന്നു. അവിടെ അത് തീർന്നു. അവിടെ എൻ്റെ ജൂനിയറാണ് ആ കുട്ടി, അതെൻ്റെ ഒത്തിരി സീനിയറാണ്. നമ്മളെന്താ MA-ക്കോ BA-ക്കോ വല്ലതും പഠിക്കുകയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇറ്റ്സ് എക്സിസ്റ്റൻസിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് എൻ്റെ അപ്പൂപ്പൻ എന്നെക്കാൾ ഒരുപാട് സീനിയർ ആണെന്നൊക്കെ ഞാൻ പറയേണ്ടി വരും. ബട്ട് ഷീ ഈസ് കൺസിഡറിങ് ദിസ് ആസ് എ പ്രിവിലേജ് ടു ഷോ ദാറ്റ് ഞാൻ ഒത്തിരി സീനിയറാണ്, ഒത്തിരി ജൂനിയറാണ്. അതിവിടുത്തെ ഒരു കാര്യങ്ങളല്ല. അതൊരു ഹയറാർക്കിക്കലായിട്ടുള്ള സംഭവം കൊണ്ടുവരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. അത് അവർക്ക് തന്നെ ഒരു പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്, ഇന്റർവ്യൂ കാണുന്നവരിലാണെങ്കിലും കേൾക്കുന്നവരാണെങ്കിലും. രണ്ടാമത്തെ ഇന്റർവ്യൂവിൽ ഒരു ആങ്കർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ഉള്ളതെന്നുള്ളത്. 52 വയസ്സെന്നുള്ളത് 39 വയസ്സ് തൊട്ട് 52 വയസ്സ് വരെ. ഇവിടെ 15 വയസ്സ് തൊട്ട് കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അടി കൊണ്ടിട്ടുള്ള മനുഷ്യരുണ്ട്. എനിക്കറിയാം. എനിക്ക് തോന്നുന്നു 2014 മുതലാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ക്യൂർ, അന്നൊക്കെ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ ക്യൂർ പരേഡിന് തന്നെ. പിന്നീട് നിങ്ങളുടെ ഓരോ എന്താ പറയാ നിയമം വഴി നിങ്ങൾക്ക് ഓരോന്ന് വരുമ്പോഴും എവിടെയൊക്കെ സന്തോഷിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. കാരണം മനുഷ്യരാണ്, അൾട്ടിമേറ്റ് ഹ്യൂമൻ ബീയിങ് ആണ്. അതിൽ സന്തോഷിക്കുകയും അയ്യോ കിട്ടിയല്ലോ, അല്ല എനിക്കൊന്നും ഒരു ഇല പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചലിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അവരെ കാണുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ, എന്നോട് പറഞ്ഞ പോലെ നിങ്ങളുടെ സെക്ഷുവാലിറ്റി ചോദിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ അവർ ഇരുന്നോ അല്ലെങ്കിൽ സംസാരിച്ചോ. എനിക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് ശീതളിനോടൊക്കെ ഒന്ന് സംസാരിച്ചത്. അതായത് എനിക്ക് മിണ്ടണമെന്നുണ്ട്, പക്ഷെ എങ്ങനെ ആളുകളോട് മിണ്ടാൻ പേടിയുണ്ടായിരുന്നു. എനിക്ക് പേടി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഞങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നു. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങൾ ശീതളിനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ അവർക്കൂടെ വേണ്ടിയിട്ട് സംസാരിക്കും. കാരണം അവർ ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട്, അതിനെ ഒറ്റയടിക്ക് ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്നലെ വന്ന ഒരാളിന് സംസാരിക്കുന്നത്. അവരിവിടെ ഒരു പുല്ല് പോലും പറഞ്ഞിട്ടില്ല. തീർച്ചയായും ഞാൻ ഒരുപാട് കമന്റ്സ് കണ്ട്. ഇപ്പം എനിക്കൊന്ന് ശാന്തി ചേച്ചിയുടെ എടുത്തപ്പോഴും ഞാൻ തന്നെയാണ് എടുത്തത്. അതിൽ ശാന്തി ചേച്ചി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, എനിക്കൊന്നും പറയാൻ പറ്റില്ല. ശാന്തി ചേച്ചി അഭിപ്രായമാണ്. ഞാനൊരു ഇന്റർവ്യൂർ, എനിക്ക് തിരുത്താൻ പറ്റുമായിരുന്നു അവരെ. പക്ഷെ ആ ലെവലിൽ നിൽക്കുന്ന ഒരാളോട്, എക്സ്പീരിയൻസ് ചെയ്ത ഒരാളോട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളാണ്. അവർ ആ ഇന്റർവ്യൂവിന് ശേഷം കുറെ കമ്മ്യൂണിറ്റിയുടെ വായിരിക്കുന്നു. എന്നെ വിളിച്ചു, എന്നെ ഒരാള് പേര് മറന്നുപോയി, ആള് വിളിച്ചിട്ട് എന്നെ ഷൗട്ട് ചെയ്തു, നമുക്ക് ഇന്റർവ്യൂ തരണം, നിങ്ങൾ അവരുടെ മാത്രം കേട്ടാൽ മതിയോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ മറ്റുള്ള ചാനലിനെ സമീപിക്കും, അവർക്ക് ആ വിദ്യാഭ്യാസം ഉള്ളതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറയണത്, ശാന്തി ചേച്ചി ആ നിലയിൽ നിന്ന് ആ നിലയിലായത്, അതായത് എന്റെ 5-6 വയസ്സിലാണ് ശാന്തി ചേച്ചി അവിടെ നിന്ന് വിട്ടുപോയി. പിന്നെ ഇങ്ങനെ ആയി ചേച്ചി അങ്ങനെ തന്നെ ജീവിച്ചു. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അവിടെയാണ് ഈ കമ്മ്യൂണിറ്റിക്കിടയിൽ ഇരു കൂട്ടരെന്നുള്ളൊരു ധ്വനി വരുന്നത്. എന്താ അത് ശാന്തി ചേച്ചി ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാർ എന്താ മാളിക പണിക്കറിനെ ക്രിട്ടിസൈസ് ചെയ്യാത്തത്? എന്താ അവർ ഷൗട്ട് ചെയ്യാത്തത്? നമ്മുടെ ഈ കേരളത്തിൽ ട്രാൻസ് സർവേ എന്ന് പറയുന്നത് വളരെ ഭയങ്കര സങ്കടം വരും നമുക്ക്. കളർക്ക് ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ കളർ, ഇപ്പം നമ്മളിപ്പം ഒരു ചാർട്ട് എടുക്കുക, കേരളത്തിൽ കൂടിപ്പോയാൽ ഇതിൽ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ കിഷോർ ഏട്ടനില്ലേ, ആ ചേട്ടനെയാണ് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന ഒരു വ്യക്തി. പിന്നീട് അദ്ദേഹത്തിന്
ഓക്കെ എനിക്ക് അറിവ് വരുന്നതേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഓക്കെ. പക്ഷെ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര, അതായത് അയാൾ ഈ പറയുന്ന എല്ലാ പ്രിവിലേജിലും ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ജോലിയുണ്ട്, വിദേശത്ത് ജോലി ചെയ്ത വ്യക്തി മാത്രമല്ല, അദ്ദേഹത്തിന് പുരുഷനാണ്, ഗേ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് പുരുഷനിൽ ഗേ ആണെന്നുള്ളതേ ഉള്ളൂ. അവിടെയല്ല, പുരുഷന് കിട്ടുന്ന പ്രിവിലേജും കിട്ടും. പക്ഷെ ഗേ എന്നുള്ളത് രണ്ടുപേർ ചുംബിക്കുമ്പോൾ, എന്താ, 2 പുരുഷന്മാർ ചുംബിക്കുമ്പോൾ, 2 പുരുഷന്മാർ, അദ്ദേഹത്തിന് പോലും ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. അതായത് കാശുണ്ട്, ഇതുണ്ട്. അപ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞ വിസിബിൾ പോലും അല്ലാത്ത ഒരു വിഭാഗം ആളുകൾ ക്യൂർ കമ്മ്യൂണിറ്റിയിലുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളെയൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്തരം ആളുകളെ കണ്ടിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ ഒരു പരേഡിന് ക്യൂർ കമ്മ്യൂണിറ്റിയുടെ നിങ്ങളെ പ്രൈഡ് മന്ത് നടത്തൂലേ, അപ്പോഴാണ് കണ്ടേക്കുന്നത്. പിന്നെ കലോത്സവം, മനസ്സിലാവുന്നുണ്ടോ? ഇനി പറഞ്ഞു, ഞാൻ അത് കൂട്ടി വായിക്കണം എന്നാണ് ഞാൻ. ഓക്കെ, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പക്ഷെ ആ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞു വെച്ചില്ലേ, ആ ഒരു കാര്യത്തിനകത്ത് അവർ മാത്രം പെടുന്നുള്ളൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ക്യൂർ പ്രോബ്ലംസ് ആർ ഒരു ഒറ്റ ഡയമെൻഷനുള്ള സാധനം അല്ല അത്. ഇപ്പം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കറുത്ത ഒരു ക്യൂർ മനുഷ്യനായിക്കോട്ടെ, എസ്പെഷ്യലി ഒരു ട്രാൻസ് വുമൺ ആയിക്കോട്ടെ, അവർക്ക് വീട് കിട്ടുന്നുണ്ടോ എന്ന് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? വാടകയ്ക്ക് സ്റ്റിൽ ദേ ആർ ലിവിങ് ഇൻ മന്ത്ലി റെന്റഡ് ലോഡ്ജസ് അല്ലെങ്കിൽ ഹോട്ടൽസ്, ഡെയിലി റെന്റ് എന്നുള്ള രീതിയിലാണ് അവർ താമസിക്കുന്നത്. അനു എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ലോഡ്ജിലാണ് താമസിക്കുന്നത്, മന്ത്ലി റെന്റിൽ. യു വിൽ നോട്ട് ഗെറ്റ് എനി ഹോം. പക്ഷേ MG യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നില്ല. അല്ല, MG യൂണിവേഴ്സിറ്റി ഞാൻ ഫൈറ്റ് ചെയ്തിട്ട് there is a transgender hostel right now officially. I do activism, but I didn't celebrated that. I didn't excluded that in the media. I and Sadia is also there. We both filed a complaint in MG University and we demanded a transgender hostel there. So ഞങ്ങൾക്ക് ഒരു ട്രാൻസ്ജെൻഡർ ഹോസ്റ്റൽ അവിടെ കിട്ടിയിട്ടുണ്ട്. Okay. We fought for that. We did that activism and we gained the right. നമ്മൾ ഈ മണ്ണിൽ കാല് കുത്തി നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവർക്കെതിരെ സംസാരിക്കുന്നത്. കാരണം വി ഹാവ് ദാറ്റ് ബിൽ, ആ നട്ടെല്ലാം നമുക്കുണ്ട്. ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ പറയുന്ന തെറ്റല്ല എന്ന് ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ള ഒരു കാരണം അവരിവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള സാധനമാണ്. പിന്നെ ഒരു പൊതുവാദമുണ്ട്, ക്യൂറായിട്ടും ട്രാൻസ് ആയിട്ടും ജീവിച്ചിരിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു സർവൈവലാണ്. അക്സെപ്റ്റഡ് വുമൺ ആയിട്ട് ജീവിച്ചിരിക്കുക എന്നുള്ളതും ഒരു സർവൈവൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇത്. അതിന് വളരെയധികം താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നില്ല. ബട്ട് ഒരു പൊളിറ്റിക്സിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്, ഷീ ക്യാൻ ബി, അവർക്ക് നൃത്തത്തെക്കുറിച്ച് സംസാരിക്കാം, അവരുടെ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അവർ തന്നെയാണ് അറിയില്ലാത്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നത്. ഇപ്പം ഇവർ പറഞ്ഞിട്ടുള്ള ഒരു മൂമെൻ്റ് ആണ്, ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറഞ്ഞാൽ ടെക്നിക്കൽ ടേം അല്ലേ എന്ന് അവർ പറയുന്നത്. നാലോചിക്കൂ, 87 തൊട്ട് തുടങ്ങിയിട്ടുള്ള നൽസയുടെ ഫൈറ്റ്, ഇവിടെയുള്ള മനുഷ്യർ തല്ലുകൊണ്ടും അടികൊണ്ടും പോലീസിന്റെ ലാത്തിക്കടി കൊണ്ട്, ഇവിടെ മാത്രമല്ല ടോട്ടൽ ഇന്ത്യയിലുള്ള NGOസിലുള്ള ആൾക്കാർ, ഫെമിനിസ്റ്റുകളും ക്യൂർ മനുഷ്യരും ഗേ മനുഷ്യരും ട്രാൻസ് മനുഷ്യരും, ലക്ഷ്മി ത്രിപാഠിയുടെ ഒക്കെ കേസായിരുന്നു നൽസയുടെ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട്, അവരെല്ലാം അടികൂടി പിടിച്ച് മേടിച്ചിട്ടുള്ള ഒരു നൽസ ജഡ്ജ്മെൻറ്റ്, അതിനുശേഷം വന്നിട്ടുള്ള ട്രാൻസ് റൈറ്റ് ബില്ല്, പ്രൊട്ടക്ഷൻ ബില്ല്, അതിനുശേഷം വന്നിട്ടുള്ള 377 റിമൂവല്, ഇതെല്ലാം ഇവിടെ ഉള്ളവർ മേടിച്ചുണ്ടാക്കിയിട്ടുള്ള ടെക്നിക്കൽ ടൈമാണത്. ആ ടെക്നിക്കൽ ടൈമിന് ഞങ്ങൾക്കൊരു വിലയുണ്ട്. ആ ടെക്നിക്കൽ ടൈം ഒരു അംബ്രല്ല ടൈം ആണെന്നുണ്ടെങ്കിൽ അതിവിടെ അടികൊണ്ട ഓരോരുത്തരും പറഞ്ഞിട്ട് അവർക്ക് കിട്ടിയേക്കുന്ന ഒരു കാര്യമാണ്. സിംഗപ്പൂർ റൈറ്റ് അല്ല, സിംഗപ്പൂർ ലോ അല്ല. അതൊരു ലെസ്ബിയനാണ്, ക്യൂർ ആണെന്ന് പറയുന്ന സമയത്ത് സിമ്പതി തന്നിട്ട് മാറ്റി നിർത്തുക, റൈറ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ള സിംഗപ്പൂർ ലോ അല്ല ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഇന്ത്യൻ ഡെമോക്രസി. അപ്പം നിങ്ങൾ അവിടുത്തെ ലോ എടുത്തുകൊണ്ട് വന്ന് ഇവിടുത്തെ ആൾക്കാരോട് അടിപൊളി, ചില ആൾക്കാർ പറയില്ലേ ദുബായിലൊക്കെ ഉള്ള നിയമമാണ് നിയമം, തല വെട്ടിക്കളയണം. നമുക്ക് എത്രമാത്രം അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇന്ത്യൻ ഡെമോക്രസിയിൽ? ആ ഒരു സാധനമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനെ പരിപോഷിപ്പിക്കുന്ന കുറെ ആൾക്കാർ കമന്റിൽ ഉണ്ടായിരിക്കും. തീർച്ചയായും. അപ്പൊ ആ പരിപോഷണം ഇവിടെയും കാണും. സോ ഞങ്ങളെ സംബന്ധിച്ച് അവരൊരു ട്രാൻസ് പേഴ്സൺ ആയിരിക്കാം, ബട്ട് ഷീ ഈസ് വിത്ത് ദി ഹെറ്ററോനോർമേറ്റീവ് ബൈ ഗ്രൂപ്പ്. അവരതിനകത്തിരുന്നിട്ട് അവർ ട്രാൻസ് പേഴ്സൺ ആണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല, മറിച്ച് അവരൊരു വുമൺ ആണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സോ ബി വിത്ത് വുമൺ, ബി വിത്ത് വുമൺ. നമ്മൾ ആരും ആവശ്യപ്പെടുന്നില്ല. ഷീ ഡിഡ്ന്റ് ഗിവ് എനിത്തിങ് ടു ദ ട്രാൻസ് കമ്മ്യൂണിറ്റി ഇൻ കേരള, ഈവൻ ഫോർ ദ ഇന്ത്യ. ഷീ മേ ബി എ ഗുഡ് ഡാൻസർ ഇൻ സിംഗപ്പൂർ, ഷീ മേ ബി എ ഗുഡ് പേഴ്സൺ. പക്ഷെ അതുപോലെ തന്നെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നത്, ക്യൂർ മനുഷ്യരെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുക, എൻ്റെ അടുത്ത് വന്നൊരു അക്കട പക്കട എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഫെമിനിറ്റി ഉള്ള ആണുങ്ങൾ, അവർക്കൊരു ഫെമഫോബിയ ഉണ്ട്.
ഫെമിനിറ്റി ഉള്ള പുരുഷന്മാരോട് അവർക്ക് ഭയങ്കര വിരോധം, ക്യൂർ ആയിട്ടുള്ള പുരുഷന്മാരോട് അവർക്ക് വിരോധം, ഗേ ആയിട്ടുള്ളവരോട് വിരോധം, എല്ലാവരോടും വിരോധം, സെമി സർജറീഡ് ആയിട്ടുള്ള ആൾക്കാരോട് വിരോധം, ഷീമെയിൽസിനോട് വിരോധം. അതൊന്നും ട്രാൻസ്പേഴ്സൺസ് അല്ല എന്ന് പറഞ്ഞാണ്. നമ്മളിതിനെ ഇന്റേണലൈസ്ഡ് ട്രാൻസ്ഫോബിയ അല്ലെ ഇന്റേണലൈസ്ഡ് ക്യൂർ ഫോബിയ എന്ന് പറയാം. നമ്മൾ ക്യൂർ ആയിരിക്കുകയും അതേസമയം നമ്മളല്ലാത്ത മറ്റുള്ള ക്യൂറുകളോടുള്ള ദേഷ്യവും. അവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വി ആർ ഫ്രം ദ മാർജിനലൈസ്ഡ് പീപ്പിൾ. ഞങ്ങൾ സാമ്പത്തികമായി, ജാതീയമായി, നിറപരമായി, സാമൂഹികമായി സാധാരണ സമൂഹത്തിൽ ഏറ്റവും മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതുകൂടെ തന്നെ ഞങ്ങൾ നിലനിൽക്കുന്ന ക്യൂർ കമ്മ്യൂണിറ്റിയിൽ ക്യൂർ കമ്മ്യൂണിറ്റിയിൽ അതുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആ സാമൂഹ സാഹചര്യത്തിലും താഴെ നിൽക്കുന്ന ആളുകളാണ് പൊതുവിൽ. നിങ്ങളുടെ ഒരു പ്രശ്നം മൊത്തം ക്യൂർ കമ്മ്യൂണിറ്റിയുടെയോ അല്ല മൊത്തം ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമായിട്ട് എടുത്ത് കാണിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് കാണാൻ പോലും പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നമല്ലാതെ ചിത്രീകരിക്കപ്പെടുന്നു. ഒന്നെങ്കിൽ ലുക്ക് ഉണ്ടായിരിക്കണം. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇവർക്ക് ആശയമല്ല വേണ്ടത്, അല്ലെ കമ്മ്യൂണിറ്റി പൊളിറ്റിക്സ് കൺവേ ചെയ്യണമെന്നുള്ളതല്ല. ഇപ്പോൾ ചാനലുകാരാന്ന് പറഞ്ഞാലും നോക്കുന്നത് കൊള്ളാവുന്ന ഫിഗറാണോ എങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ കൊടുക്കാം, അത്രേ ഉള്ളൂ. അവരെന്ത് പൊട്ടത്തരം പറയുന്നു അത് പബ്ലിക് കാണുന്നു, അത് ശരി വെക്കുന്നു. സാധാരണക്കാരുടെ ഇടയിലേക്ക് ചെന്നാല് റിയാലിറ്റി എല്ലാരും പറയുന്നില്ല. ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ശാന്തി വാസുദേവിന്റെ ഒക്കെ ഇന്റർവ്യൂ കാണുന്നത് നിങ്ങളുടെ ചാനലിലൂടെയാണ്, അല്ലാതെ വേറെ ആരും ശാന്തി വാസുദേവൻ. അത് മാത്രമല്ല, ഇപ്പൊ ദേവുട്ടി ഷാജി എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ എന്തോ ആരൊക്കെ ഇന്റർവ്യൂ ചെയ്യേണ്ട ആൾക്കാരാണ്. കാലിക്കറ്റിലുള്ള ഒരു സിസിലി ജോർജ് ഉണ്ട്, അത്യാവശ്യം നല്ല പ്രായമുള്ള അങ്ങനെ നല്ല 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 ആക്ടിവിസം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഫിലിം ചെയ്യുന്ന ഒരു ട്രാൻസ് പേഴ്സൺ ഉണ്ട്, റോസ ഫെലീഷ്യ. എനിക്കറിയാം റോസനെ, എനിക്കറിയാം. പക്ഷെ റോസ ഫെലീഷ്യ റോസ ഗൂസ്ബെറിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റോസയുടെ ഒക്കെ ഒരു ഗ്രൂപ്പിൽ ഒരു നല്ല കാര്യം ഇട്ടാൽ പോലും സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. റോസ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എനിക്കറിയാം റോസനെ. സെലിബ്രേറ്റഡ്. സി പാർവതി കുമരേശൻ, ഷി വാസ് എ ഫസ്റ്റ് പോസ്റ്റൽ വുമൺ ഇൻ ഇന്ത്യ who had an ID card of transgender woman എന്നുള്ള രീതിയിൽ. വേർ ഈസ് ഷീ? ആദ്യമായിട്ടൊരു ട്രാൻസ്ജെൻഡർ മറ്റേ പോസ്റ്റ് വുമൺ ആയിട്ട് ഞാൻ കുറെ അന്വേഷിച്ചിരുന്നു. എന്നിട്ട് ഒരിക്കൽ തരാന്ന് പറഞ്ഞു, പിന്നെ നമുക്ക് മിസ്സായി. ഞാൻ പറയണത് ഇതിൽ എന്താ പറയാ, നമ്മളുടെ ഒരു സംസാരത്തിൽ പോലും ട്രാൻസ്ജെൻഡർ എല്ലാവരുടെ മൈൻഡിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, മൊത്തത്തിലൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. സെക്സ് വർക്കേഴ്സ് ഉള്ളതാണ് അതിന്റെ ഒരു മൈൻഡ് സെറ്റ്. അത് മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. പിന്നെ കുറെ വിഭാഗം ആളുകൾക്ക് ഇത്തരപ്പെട്ടവർ ജനിക്കുകയരുത്, അവർ മരിച്ചു പോകണം ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് അതിന്റെ ഇടയിലുള്ള കമന്റ്സ് വെച്ചാൽ ശരിയാ, ഇവർ പറഞ്ഞത് ശരിയാ. ഇപ്പൊ ശാന്തി ചേച്ചിയുടെ ആണെങ്കിലും അവർ പറഞ്ഞത് ശാന്തി ചേച്ചി പറഞ്ഞാൽ ശരിയാ, മറ്റുള്ളവരൊക്കെ വേഷം കെട്ടി നടക്കുക. അപ്പോഴും നമ്മളൊരു പേഴ്സണലി നമ്മൾ സമൂഹത്തിന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവർ മനുഷ്യരും ഒന്നും ചെയ്യുന്നില്ല. അവരാകെ ചെയ്യുന്ന അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുകയാണ്. അവർ പണിയെടുക്കുക, ഈ പറഞ്ഞ പോലെ വീട് കിട്ടുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, വീട് കിട്ടുന്നില്ല. ഈ പറയുന്നത് പോലെ എനിക്കൊക്കെ അറിയാവുന്ന ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോഴും അവർക്ക് കിട്ടുന്ന വീടുകളെല്ലാം തന്നെ ഒരു മോശപ്പെട്ട സ്ഥലത്തായിരിക്കും. ചെളിവെള്ളം നിറഞ്ഞ സ്ഥലം, വേസ്റ്റുകൾ ഇടുന്നതിൻ്റെ എവിടെയാണോ നമുക്ക് അവൈലബിൾ ആകുന്നത് അവിടെ നമ്മൾ നിർബന്ധിതമായിട്ട് നമുക്ക് ഓപ്ഷൻ ഇല്ല ചൂസ് ചെയ്യാൻ. നമുക്ക് ചിലർ തരുന്ന ഔദാര്യത്തിൽ നമ്മൾ ജീവിക്കേണ്ട, നമ്മൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് വലിയ തുക കൊടുത്ത് ദിവസ വാടകയ്ക്ക് താമസിക്കേണ്ടി വരും. പക്ഷെ അതേസമയം 12,000-13,000 രൂപയ്ക്ക് വൈറ്റ് പ്രിവിലേജ് ഉള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. ഈ സോ കോൾഡ് പെർഫെക്റ്റ്, അതായത് നാച്ചുറലി ഈ പറയുന്ന കുറച്ച് വൈറ്റ് കളർ ബോഡിയും ഈ സർജറീസ് ചെയ്യാനുള്ള പ്രിവിലേജ് ഉള്ള മനുഷ്യർക്കൊക്കെ വീടും ബാക്കിയുള്ള സ്ഥലങ്ങളും കിട്ടുന്ന സമയത്ത് ഈ നോൺ സർജറീഡ് ആയിട്ടുള്ളതോ സെമി സർജറീഡ് ആയിട്ടുള്ളതോ ബ്ലാക്ക് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ട്രാൻസ് പേഴ്സൺസ് ആർ മാർജിനലൈസിങ് ഒരു പ്രത്യേക സ്ഥലത്ത്. അത് കമ്മ്യൂണിറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ മികച്ച കാര്യമാണ്. വെൻ എനി മീഡിയാസ് ആർ പെർഫോമിങ് ട്രാൻസ്ജെൻഡർ ഇന്റർവ്യൂ അല്ലെങ്കിൽ ട്രാൻസ് പേഴ്സണെ കുറിച്ചുള്ള ഇന്റർവ്യൂ പെർഫോം ചെയ്യുന്ന സമയത്ത് ഡോണ്ട് ടേക്ക് ദാറ്റ് പേഴ്സൺസ് പെർസ്പെക്റ്റീവ് ആസ് എ ജനറൽ പെർസ്പെക്റ്റീവ്. ഒരിക്കലും ആ പറയുന്ന ആളുടെ മാത്രമായിരിക്കണം. ഇത് പറയാൻ പറ്റുന്ന ഏക സ്ഥലം ഇതേ ഉള്ളൂ. വേറൊരു ഇന്റർവ്യൂ ബോഡി പോയിട്ട് നമുക്കിത് പറയാൻ പറ്റില്ല. ബൈ ദ എൻഡിൽ ഞങ്ങൾ ഈ ഇന്റർസെക്ഷൻ പറഞ്ഞതിൻ്റെ കാര്യം ബേസിക്കലി എത്രയേ ഉള്ളൂ, ഞങ്ങൾ പറയുന്ന ഞങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്തോളൂ. പക്ഷെ ഞങ്ങൾ പറയുന്ന പൊതു കാര്യങ്ങൾ
അതിനെ നിങ്ങൾ ഇപ്പം എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല. യു ക്യാൻ സെർച്ച് ദ ഗൂഗിൾ, പ്രൊട്ടക്റ്റഡ് ബിൽ അതിനകത്തുണ്ട്. ദ ആങ്കർ ക്യാൻ ലേൺ. ഇത് ഇംഗ്ലീഷിലാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മലയാളം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ട്, പഠിക്കുക. നിങ്ങളത് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇന്ത്യയിൽ കമ്മ്യൂണിറ്റിയെ നിങ്ങൾക്കറിയാം. അതിന് വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയോട് ചോദിച്ചിട്ട് ആ കമ്മ്യൂണിറ്റി അഭിപ്രായം ഇങ്ങനെയുള്ളവരല്ല അങ്ങനെയുള്ളവരല്ല. സോ ആസ് എൻ ആങ്കർ യു ആർ മേക്കിംഗ് സം trouble in there, and you are giving that product to the market, and the market are containing homophobes, homo supporters and other people. ഇതൊക്കെ ഒരു വിരുദ്ധതയാണെന്നും ഇത്തരപ്പെട്ടവർ ഭയങ്കര അറിയാലോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള ദൈവത്തിന്റെ അവരൊക്കെ അതാണ് പറയുന്നത്. നിനക്കൊരു മകനുണ്ടാവുമ്പോഴേ അറിയുള്ളൂ, മകളുണ്ടാവും. ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് കമ്മ്യൂണിറ്റിയുടെ ചിന്തകൾ മാറണം തോന്നുന്നത്. എന്താണെന്നറിയാവോ, നമ്മൾ ആണെ പെണ്ണെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആണ്. നമുക്കെതിരെ ചോദ്യങ്ങൾ വരും, നമുക്കെതിരെ വിമർശനങ്ങൾ വരും, നമ്മൾ ഹരാസ് ചെയ്യും. ഇതെല്ലാം നമ്മൾ ഇതെല്ലാം ഓവർകം ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ഐഡന്റിറ്റി ചൂസ് ചെയ്താൽ മതി. ഞങ്ങളൊക്കെ അങ്ങനെ വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്കൊന്നും ഈ പറഞ്ഞ വലിയ പ്രശ്നങ്ങളൊന്നും നേരിടുന്നില്ല. കാരണം എന്നെ ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോലും എനിക്കറിയാം, എന്നെക്കുറിച്ച് എനിക്ക് ബോധമുണ്ട് എന്തുകൊണ്ട് അവരത് പറയുന്നു എന്ന് വെച്ചിട്ട് അവർക്കത് പറയാതിരിക്കാൻ റൈറ്റ്സ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വിമർശിക്കാനും കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഒക്കെ റൈറ്റ്സ് ഉണ്ട്. ഇത് എല്ലാത്തിനും നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോഴാണ് പ്രശ്നം. എല്ലാത്തിനും കുറെ ആൾക്കാർ ഒരേ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചിരിക്കുക. മനസ്സിലായോ? ആര് പറഞ്ഞു? അവർക്ക് റിപ്പീറ്റേഷൻ കേട്ട് ഓഡിയൻസിന് മടുത്ത്. നമ്മളെ ഒരാൾ കുറ്റപ്പെടുത്തുമ്പോൾ, എന്നെ ഒരാൾ മുഖമുള്ള ഒരാൾ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് സൈബർ ആക്ട് 2000 ഉണ്ട്, IT ആക്ട്, കേസ് കൊടുക്കുക. ഞങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ നെവർ ഈ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റി പോലും ഇന്റർനെറ്റ് വാർ ചെയ്യുന്ന അല്ലാതെ നോട്ട് ഫയലിംഗ് എ കംപ്ലൈന്റ്. സമ്മതിച്ച് എപ്പോഴും നിങ്ങൾക്ക് ഭയങ്കര സംശയം തോന്നുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഇവർ കംപ്ലൈന്റ് ചെയ്യുന്നില്ല. ജാസി എന്താ കംപ്ലൈന്റ് കൊടുക്കാത്തത്? ജാസിക്ക് അത് വേണം. ജാസി നിലനിന്ന് പോകുന്നത് ആ പബ്ലിസിറ്റിയിലാണ്. മനസ്സിലായി? ബട്ട് ഇറ്റ് അഫക്ട് ദ കമ്മ്യൂണിറ്റീസ് ഓൾസോ. പക്ഷെ അത് ഞങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് പറയാൻ പറ്റത്തില്ല. അപ്പൊ ചോദിക്കുന്നത് അതൊരാൾ ഇഷ്ടമല്ലേ, അയാൾ അങ്ങനെ ജീവിക്കട്ടെ. അതിന്റെ നമ്മുടെ ഒരു സോളിഡാരിറ്റി നറേഷൻ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, അതിനെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. ആൻഡ് വെൻ ദിസ് സാധനത്തിനകത്ത് കമന്റ് വരുന്നത് നിങ്ങളെയൊക്കെ വെടിവെച്ച് കൊല്ലണം, മണി കേൾക്കാൻ കേൾക്കുന്നു എന്നൊക്കെയുള്ള കമന്റ് വരുന്ന സമയത്ത് ഇറ്റ് അഫക്ട് അസ്. പക്ഷെ നമുക്കതിനെ നമുക്ക് ആ സമയത്ത് ഇയാളെയും കൂടെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. മാലിക പണിക്കറിനെ കുറിച്ച് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നത് അവർ ക്യൂർഫോബിക് ആണ്, അവർ ഹോമോഫോബിക് ആണ്. ലോട്ട് ഓഫ് ഗേ പീപ്പിൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടപ്പം ഇവർ ശരിയാണ്, ഇവർ ഭയങ്കര ഹോമോഫോബിക്കാണ്, പക്ഷെ ഇവർക്ക് പറയാൻ പേടിയാണ്. കാരണം ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോമർ ആണത്. ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. സോ ഹോമോഫോബിക് ആണ്, ബാക്കിയുള്ള സാധനങ്ങളാണെന്നുള്ള കാര്യം ഇവരെ കുറിച്ച് പറയുന്നുണ്ട്. ക്യൂർഫോബിക് ആണ്, വിത്തിൻ ദ ട്രാൻസ് കമ്മ്യൂണിറ്റി അവർ ട്രാൻസ്ഫോബിക്കും കൂടാണ്. നിങ്ങൾ ഈ വിഷയം നിങ്ങളുടെ ഗ്രൂപ്പിൽ സംസാരിക്കുന്ന പോലെ തന്നെ ഇവിടെ ഇപ്പം ശീതളേച്ചിയുണ്ട്, അവർക്കുള്ള ഗ്രൂപ്പിൽ ശീതളേച്ചി എനിക്കറിയാവുന്ന കേട്ടോ പറയുന്നത്. അതായത് നമ്മുടെ ടെൻറ്റു ചേച്ചി, ഇപ്പം പറഞ്ഞ സൂര്യ, പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഉണ്ട്. അവരോടൊക്കെ നിങ്ങൾ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്? ഇല്ല, അവരെല്ലാവരും തന്നെ പൊളിറ്റിക്സിനകത്തുള്ള ആൾക്കാരല്ല. ക്യൂർ പൊളിറ്റിക്സ് ആൻഡ് അവർ കുറച്ച് ആൾക്കാർ ക്യൂർ ബിസിനസ് പേഴ്സൺസ് ആണ്. ഓക്കെ, അവർ ക്യൂർ സ്റ്റാൻഡിൽ തന്നെ നിന്നുകൊണ്ട് അവരുടെ ബിസിനസ്സും എക്കണോമിയും എടുത്ത് മുമ്പോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ക്യൂർ ആക്ടിവിസം ഈസ് ഡിഫറെന്റ്. ഓക്കെ, ക്യൂർ ആക്ടിവിസം റൈറ്റ് കോടതി പോലീസുമാണ് ക്യൂർ ആക്ടിവിസം. അഭിപ്രായം വ്യക്തമാക്കി, അത്രയേ ഉള്ളൂ. അവർ അഭിപ്രായം വ്യക്തമാക്കി. പക്ഷെ അതിനെഴുതി അല്ല അവർ പറയുന്നത് ശരിയാണ്. ആരുമില്ല പറയാൻ. ഈ കേരളത്തിൽ ഇത്രയും കമ്മ്യൂണിറ്റികളുണ്ടല്ലോ, ഇത്രയും ആക്ടിവിസ്റ്റുകളുണ്ടല്ലോ. അയ്യോ, ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ല. ഞാൻ പറയാ ചെയ്തേ, നമ്മള് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ആളുകൾ അല്ല, ഞങ്ങൾ പറയാം. അല്ല, പുള്ളിക്കാരിയാണ് പറഞ്ഞാലും പുള്ളിക്കാരുടെ എല്ലാ അഭിപ്രായങ്ങളോട് യോജിക്കുന്ന ആൾക്കാരൊന്നും അല്ല. ഞങ്ങൾക്ക് അഭിപ്രായം വിയോജിപ്പ് തന്നെയാണ്. അഭിപ്രായ വ്യത്യാസം. പക്ഷെ ഇത് ഭയങ്കര പ്രശ്നാത്മകമാണ്. പക്ഷെ ഇന്ത്യയിലുള്ള സകലമാന കമ്മ്യൂണിറ്റീസും ഡിഫറെന്റ് ആണ്. അതിനെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ അവിടെയും ചെയ്യൂ ഇവിടെയും ചെയ്യൂ. ഒന്ന് ഈ സർജറി കഴിയാത്ത ചിലവർക്ക് സ്ത്രീകളുടെ വചന കാണുന്നത് പോലും ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഒരാൾക്കാർ ഇത് ശരീരത്തിൽ ചെയ്യണമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് അത് കാണുന്നത് ഇഷ്ടമല്ല, അത് ഇയാളുടെ ശരീരത്തിൽ ചെയ്തു വെക്കണമെന്ന് പറയുന്നതാണ്. എന്നാലും അതെ, ആ നയം. നിലവിൽ ഒരാൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അയാൾ അങ്ങനെ ജീവിക്കട്ടെ. ഇവർക്കെന്താ, ഇവർ സർജറി ചെയ്തു, ഇവർക്ക് 39 വയസ്സ് സർജറി ചെയ്യേണ്ടി വന്നു, ചെയ്തോ. ഇവരെന്തിനാണ് മറ്റുള്ളവരെയും കൂടെ നിങ്ങൾ അത് ചെയ്യൂന്ന് പ്രേരിപ്പിക്കണ്ടേ? ഒന്ന് ഞാൻ സർജറി പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഞാൻ സർജറി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ അല്ല, അതിന്റെ നോ പറയുന്ന ഒരാൾ തന്നെയാണ്. അവനോ നിലവിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ജീവിച്ചോ. നിങ്ങൾ ഈ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഓപ്ഷൻ അഡീഷണൽ ആണ്. ഒരു ആസ് എ കമ്മ്യൂണിറ്റി അഡീഷണൽ കാര്യങ്ങളാണ് അതൊക്കെ.
ഫസ്റ്റ് ഓഫ് ഓൾ അയാളുടെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യാൻ, വിസിബിളായി ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. മറ്റതെല്ലാം അഡീഷണൽ ആണ്. വാട്ട് യു നീഡ് എന്നോട് ചോദിക്കാൻ എനിക്ക് എന്താ ആവശ്യം എന്ന് ചോദിക്കാം. എന്താ അനുവിൻ്റെ ആവശ്യം? എനിക്കൊരു 5 സെൻറ്റ് സ്ഥലവും അതിലൊരു വീടും വേണം. എനിക്ക് മാസ ശമ്പളവും പെൻഷനും കിട്ടുന്ന ഒരു ജോലി വേണം. ദിസ് ഈസ് ദ നീഡ് ഓഫ് എവറി ഹ്യൂമൻ ബീയിങ് ഇൻ ദ സ്റ്റേറ്റ്. അല്ലേ? അതെ. എൻ്റെ ഈ കാര്യം കഴിഞ്ഞപ്പം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഓടിപ്പോയി സർജറി ചെയ്യുന്നുള്ളതാണോ? അതെൻ്റെ ഒരു ഡിസയറാണ്. ഡിസയർ ആൻഡ് നീഡ് ഈസ് ഡിഫറെൻറ്റ്. സോ നിങ്ങളുടെ ഡിസയർ നിങ്ങളുടെ ഡിസയറാണ്. ആ ഡിസയറിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ബട്ട് അത് അതായത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായുള്ള സ്പേസ് കിട്ടിയാൽ മതി. അവിടെ നമുക്ക് എന്തും ചെയ്യാം ജീവിക്കാൻ വേണ്ടി. പക്ഷേ മാലിക പണിക്കർ മലേഷ്യയിൽ പോയി സിവിലിയൻഷിപ്പ് എടുത്തിട്ടുള്ള ആളാണ്. അവർ പറഞ്ഞാൽ ഞാൻ അവിടെ വീട് വാങ്ങി, ഞാൻ അവിടെ എൻ്റെ വിദ്യാഭ്യാസം, ഞാൻ അവിടെ ക്ലാസ് തുടങ്ങി, അവരെനിക്ക് സിവിലിയൻഷിപ്പ് തന്നു. എൻ്റെ 39ാമത്തെ വയസ്സിൽ ഞാൻ സർജറി ചെയ്തു. ഷീ ഹാഡ് ഓൾ ദ പ്രിവിലേജ്, എല്ലാ സ്പേസും ഉണ്ടാക്കിയിട്ടാണ് അവരത് ചെയ്തത്. ആൻഡ് ഇപ്പം നോക്കൂ, എന്നിട്ട് അവർ നമ്മളോട് നോക്കി പറയുവാണ് നിങ്ങൾ സർജറി ചെയ്തില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ആകില്ല. പക്ഷെ അവർ പറയാണ് ഞാൻ എൻ്റെ 39 വയസ്സ് വരെ കൃത്യമായിട്ടുള്ള പുരുഷനായിരുന്നു. അപ്പൊ എങ്ങനെയാ ഈ കൃത്യമായിട്ടുള്ള പുരുഷനാണെങ്കിൽ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതും ഈ സർജറി ചെയ്യാനും പറ്റുന്നത് എങ്ങനെയാണ്? എൻ്റെ അറിവിൽ പൂർണ്ണ പുരുഷനായിട്ടുള്ള ഒരാൾ ഈ ഐഡന്റിറ്റിക്ക് വരുത്തുമില്ല, ഈ ഐഡന്റിറ്റി ചൂസും ചെയ്യത്തില്ല. This is complicated. എൻ്റെ അച്ഛനോട് പറഞ്ഞു, എൻ്റെ ബ്രദറിനോട് പറഞ്ഞു, അവർക്ക് ഈ ചൂറാറിട്ട് നടക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം അവർ പ്യുവറാണ്. മനസ്സിലായോ? അല്ലാത്തൊരാളുണ്ട്, നമ്മൾ ഇതിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ നമ്മൾ ഇതിന് മുതിരും. അല്ലാത്തൊരാളെ എത്ര തല്ലിക്കൊന്നു പറഞ്ഞാലും ഇതിലേക്ക് വരില്ല. ഇവരുടെ ഇന്റർവ്യൂ 100% ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 30% ക്യൂർഫോബിയ, 30% സാധാരണക്കാർക്കിട്ടുള്ള പ്രശ്നം. അതെ, 30% അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ക്യൂർ മനുഷ്യർക്ക് നേരെയുള്ള ഇവരുടെ ഷെയ്മിങ്. പിന്നെ 30% ഇവർ പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ടെക്നിക്കലായിട്ടുള്ള ദുർവശങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. 30% ഇവരുടെ തള്ള്. ഇവർ രജനീകാന്തിനോട് ഫോട്ടോ എടുത്തിട്ടുണ്ടോ, ഇവർ ശോഭനയോട് നൃത്തം ചെയ്തിട്ടുണ്ടോ? ദാറ്റ് ഡസൻറ്റ് മേക്ക് അവർ ഫുഡ് ഫ്രൈ. ഇവിടെ നമ്മുടെ ആഹാരം അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ഇവരെ കണ്ടിട്ടുമില്ല, ഇവരുടെ പ്രിവിലേജ് നമുക്ക് വേണ്ടതാണ്. അപ്പം ഈ ഇത്രയും ബാക്കി 10% എന്ന് പറയുന്നത് ഇവർ കരയോ കണ്ണീരോ ഒപ്പുകയും തരുന്നത് ഇവരുടെ കഥകൾ പറഞ്ഞോട്ടെ. ഈ സാധനം വെച്ചുകൊണ്ട് ഇവർ പറയുന്ന ഒരാൾ ഇവിടുത്തെ സിവിലിയൻ പോലും അല്ല. ഒരാളുടെ പാർട്ട്ണറിന്റെ പേരൻസിനെ പോയി നേരിട്ട് കാണുക, അയാളുടെ പെർമിഷൻ ഇല്ലാതെ. ജാസി ആരും ആയിക്കോട്ടെ, അയാളുടെ പാർട്ട്ണർ വേറൊരു മനുഷ്യൻ, അയാളുടെ അമ്മയെ പോയിട്ട് കമ്മ്യൂണിറ്റി ആണെന്നുള്ള ഏത് ജാസി ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ചൂസ് ചെയ്തെന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് അവരുടെ വീട്ടിൽ പോയി അവരോട് അതിനൊക്കെ ഇവർക്ക് ആരും റൈറ്റ്സ് കൊടുക്കും. അവര് ഇത് ചെയ്യുന്ന വെച്ചാല് 52 എല്ലാവരും സാധാരണക്കാർ. ഇപ്പൊ ഈ കുട്ടിയുടെ അമ്മയെ പോലെ തന്നെ ആ അമ്മയുടെ പ്രായമുണ്ട് എനിക്ക്. ഇവർ ഈ ഐഡന്റിറ്റി ചൂസ് ചെയ്തപ്പോ ഇവർ അമ്മ വിഷമിച്ചില്ലേ? ഇല്ല, അവരുടെ അമ്മ 12ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അവരുടെ 12ാമത്തെ വയസ്സ്. അതുകൊണ്ട് അമ്മമാർക്ക് വിഷമമില്ല എന്നുള്ളതാണോ? അമ്മമാര് എല്ലാവർക്കും ഉണ്ട്. എൻ്റെ അമ്മയൊക്കെ വിഷമിച്ചു ഐഡന്റിറ്റി. പക്ഷെ ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സസ്, ഇഷ്ടങ്ങളുമാണ്. അവർ കൺവിൻസ്. ഞങ്ങളൊന്നും നാട് വിട്ടില്ല, ഞങ്ങൾ നാട് വിട്ട് ഓർഡർ വന്നിട്ടില്ല. ഞങ്ങളൊക്കെ അമ്മ അച്ഛനെ ഓക്കെ ആകുന്നത് വരെ വെയിറ്റ് ചെയ്ത ആൾക്കാർ, അടി പിടിച്ചിട്ടുള്ള ആൾക്കാരാ. ബഹളം വെച്ചിട്ട് അടി പിടിച്ചിട്ട് മാറാൻ തയ്യാറായി എന്നവർ അംഗീകാരം തരും. എന്നെ ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു. എന്നെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറായോ ആ നിമിഷം വരെ ഞാൻ വെയിറ്റ് ചെയ്ത ഒരാളാണ്. അതിനുശേഷമാണ് ഞാൻ ആവുന്നത്. നമ്മൾ ഒളിച്ചോടിയില്ല, നമ്മൾ പൊളിറ്റിക്സിന് വേണ്ടി നിന്നിട്ടുള്ള ആൾക്കാരാണ്. ഇവർ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ നാടുകളിൽ വരുന്ന കമ്മ്യൂണിറ്റീസിന് നാട് വിട്ട് ഓടേണ്ട അവസ്ഥ ഉണ്ടാക്കി വെക്കും. അല്ലെങ്കിൽ നിറവൊരു ഫാക്ടറാണ്. ശരിയാണ്, നിറവൊരു ഫാക്ടറാണ്, കാസ്റ്റ് ഒരു ഫാക്ടറാണ്. കാരണം നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന എല്ലാം കമ്മ്യൂണിറ്റിയുടെ ഉള്ള കാര്യങ്ങൾ, എല്ലാം ഉള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ഇവിടെ വന്നേക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു, ഇതില്ല എന്നാരും പറയരുത്. ഞങ്ങളത് ഇവിടെ മാർക്ക്. എനിക്ക് ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് സഹായിച്ചിട്ടുണ്ട്, ജാതി ഭേദമന്യേ സഹായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ആ കാര്യം ഇവിടെ നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നെ വലിയ ഹെൽപ്പ് ഒന്നും അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് അത് വർക്കല്ല എന്ന് പറയാൻ പറ്റില്ല. കമ്മ്യൂണിറ്റികളിൽ ഈ പറയുന്ന കാസ്റ്റ്, കളറ്, എല്ലാ പൊളിറ്റിക്സ് കാസ്റ്റ് ഉണ്ട്. സർജറി ഈസ് ആൻ ഇമ്പോർട്ടന്റ് തിങ്. അതായത് ഈ പറയുന്ന ടോപ്പ് ആൻഡ് ഡൗണും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സർജറി ഈ പറയുന്ന ട്രാൻസ് വുമൻഷിപ്പ് പ്രിവിലേജ് ഉള്ളൂ. അല്ലാത്ത ആൾക്കാരല്ല ഈ പറയുന്ന പോലെ അക്കട പക്കട രണ്ടാം കിട. ദീസ് പീപ്പിൾ ആർ തിങ്കിങ് ദാറ്റ് മേ ബി നാളെ ഇവർ വേറെ കല്യാണം പോയി കഴിക്കും എന്നൊരു തോട്ട് വരെ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആൾക്കാർ ചിന്തിക്കാറുണ്ട്. പിന്നെ ഉള്ള സാധനമാണ് ഈ പറയുന്ന പോലെ പരിവാർ സിസ്റ്റം എന്നൊക്കെ ഉള്ള സാധനം.
അതായത് ഈ ഹിജഡ പരിവാർ എന്നുള്ളത് ഇറ്റ്സ് ആൻ ആന്ധ്ര ഒറിജിനേറ്റഡ് തിങ്. സം പീപ്പിൾ ഫ്രം ഹിയർ വെന്റ് ടു ആന്ധ്ര ഓർ കർണാടക ഓർ തമിഴ്നാടു ആൻഡ് ദേ ക്യാരിഡ് ദ സിസ്റ്റം ഹിയർ. ഇവിടെ മനുഷ്യർ പരിവാറിലല്ല ഫൈറ്റ് ചെയ്തത്. ഇവിടെ മനുഷ്യർ ഇൻഡിപെൻഡന്റ് ആയിട്ട് നീതിക്ക് വേണ്ടി, തുല്യനീതിക്ക് വേണ്ടി. കേരള ഈസ് ഓൾവേസ് ഡിഫറെന്റ്. ഞാൻ പറഞ്ഞില്ല, ഞാനൊക്കെയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. തുല്യനീതി എന്നുള്ളതാണ് അതില് ഞാൻ പറഞ്ഞില്ല, മനുഷ്യരാണ്, ജനിച്ചു. അതെ അതെ, ജീവിക്കണം. ആ ജീവിക്കുന്ന സമയത്ത് തുല്യത വേണം. അത് വേണം. അതൊരു ബേസിക് ആണ്. ജനിച്ചാൽ ചോദിച്ചു വാങ്ങിക്കാനുള്ള നമ്മുടെ റൈറ്റ്സ്. തീർച്ചയായും റൈറ്റ്സ് നമുക്ക് നന്നായിട്ടുണ്ട്. നമ്മളിപ്പോൾ 3 ഫോക്കസ് ആണ് ചെയ്യുന്നത്. ഒരു നോൺ സിവിലിയൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പം ഷീ ഹാവ് ടു നോ ദാറ്റ് ദിസ് ഈസ് അനദർ കൺട്രി. ഹിയർ വി ഹാവ് പർട്ടിക്കുലർ നോംസ് ആൻഡ് റൂൾസ് ആൻഡ് ഷീ ഡോണ്ട് ഹാവ് ടു കമ്പയർ ദാറ്റ്. അതാരും ചോദിച്ചിട്ടില്ല അതാണോ സത്യം ഇതാണോ സത്യം എന്നുള്ളത്. എന്താണെങ്കിലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കറക്റ്റാണ്. മറ്റൊരു രാജ്യത്തിരുന്നിട്ട് നമ്മുടെ രാജ്യത്തിനെ പറയുമ്പോൾ അത് അഫക്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നിങ്ങളെയാണ്. മറ്റൊരാൾക്ക് കൈയടിക്കാം, സാധാരണ അവർക്ക് ആകാൻ പറ്റിയല്ലോ എന്ന് കൈയടിക്കാം. ശരിയാണ്, അത് നമ്മളാണ്. അത് ബോധ്യപ്പെടേണ്ടത് ആരാണ്? ഞാൻ എന്ത് പറയുമ്പോഴും ഞാൻ ചിന്തിക്കേണ്ടത്, ഞാൻ പറയുമ്പോൾ അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആളുകളെയോ അല്ലെങ്കിൽ കൂട്ടങ്ങളെയോ ബാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഞാൻ പോലും ഒരു ആങ്കറിങ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം, ഞാൻ മൂലം എന്നെ പോലുള്ള ജേർണലിസ്റ്റുകൾ പഴി കേൾക്കരുത്, മാപ്രകൾ എന്നുള്ള വിളി വരരുത്. ഞാൻ അങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും അല്ല, നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. ഞാൻ കാരണം ഒരാൾക്ക് ഞാൻ റെപ്രസെന്റ് ചെയ്യുകയാണല്ലോ, അവരെ പോലെ ഇവരെ നമ്മളെ ഉദാഹരണങ്ങളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ ലേൺ ചെയ്യുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുക, അത് തിരുത്തപ്പെട്ടു പോവുക. ഞാൻ അതിലാണ് നിങ്ങളോട് ഇതായിട്ട് വന്നത് തന്നെ. ഈ നിങ്ങളുടെ ഒരു ഇതിൽ ഇപ്പം നിങ്ങളിപ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് പേര് സെലിബ്രിറ്റീസ് ആവാതെ, അതായത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്. അത് കാണുമ്പോഴല്ലോ എൻ്റെ അമ്മോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെനിക്ക് പറയാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും. വിദ്യാഭ്യാസം അത് നമുക്ക് വേറൊരു പ്രിവിലേജ് കൊണ്ടെത്തും. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വാലിഡുമാണ്. നമ്മൾ സംസാരിക്കുന്ന 2 മിനിറ്റെങ്കിലും അവരൊന്ന് ശ്രദ്ധിക്കും. മനസ്സിലായി? അത് നിങ്ങൾക്ക് 2 പേർക്കുണ്ട്, ആ ക്വാളിറ്റി നിങ്ങൾക്ക് 2 പേർക്കുണ്ട്. നിങ്ങളുടെ ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ സമയപരിധി മൂലമാണ് നിങ്ങൾക്ക് ഒന്ന് കംപ്ലൈന്റ് ചെയ്തിട്ട് 2 കാര്യങ്ങൾ കൊണ്ടൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. നമ്മൾ ആദ്യം എന്താണ് കംപ്ലൈന്റ് കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്നത് ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡിന്, മിനിസ്റ്റർക്ക്, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കൊടുക്കും. കാരണം വേറൊരു സിവിലിയൻ നമ്മുടെ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബില്ലിനെ പറയുകയും ബാക്കിയുള്ള അതിനകത്ത് ഉൾപ്പെടുന്ന കുറേ സബായിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ ഇൻസൾട്ട് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്, ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇനി റിക്വസ്റ്റ് കൊടുക്കാൻ പോകുന്നത് മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിനിസ്റ്റർക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും. വെനെവർ ദേ ആർ ടേക്കിംഗ് ആൻ ഇൻ്റർവ്യൂ ഓഫ് ഇവൻ ദ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഒരു ട്രാൻസ്പേഴ്സണായിട്ടുള്ള ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഡോണ്ട് മേക്ക് ഇറ്റ് ജനറൽ വേ. ഉദാഹരണത്തിന് മഞ്ജു വാര്യരോട് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കണം. ഹലോ മഞ്ജു വാര്യർ, ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്, എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം എന്ന് നമ്മൾ ചോദിക്കുമോ? ഇല്ല. ബട്ട് ഷീ ഈസ് എ വുമൺ, ചോദിക്കാം. ഹലോ മോഹൻലാൽ, ഒരുപാട് ആണുങ്ങൾ ഇപ്പോൾ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം നമ്മൾ ചോദിക്കുമോ? ദേ ആർ സെലിബ്രിറ്റീസ്. ഇവൻ രഞ്ജുമാർ വന്നിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ട്രാൻസ്പേഴ്സൺ ഇരിക്കുമ്പോഴോ ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് ചോദിച്ചിരിക്കും. അതിന് ഉത്തരം പറയാനുള്ള ബാധ്യത അവർക്ക് കൊടുക്കുകയും ചെയ്യും. ആൻഡ് അവരുടെ വായിൽ നിന്ന് വരുന്ന സാധനം അവരുടെ പ്രിവിലേജിൽ നിന്ന് ബിൽഡ് ചെയ്ത് വരുന്നതായിരിക്കും. അതിന് വരുന്ന ഇരയാകുന്നത് ഏറ്റവും താഴെ കിടക്കുന്ന കമ്മ്യൂണിറ്റീസ് ആയിരിക്കും. അപ്പോൾ വി ആർ സ്റ്റാൻഡിങ് വിത്ത് ദാറ്റ് കമ്മ്യൂണിറ്റി. സോ അതുകൊണ്ട് ഈ പറയുന്ന ഇതിനകത്ത് ഞങ്ങൾ 5 ലക്ഷം 10 ലക്ഷം അങ്ങനെ ചെയ്തു, അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ്, യു ഡോണ്ട് ഹാവ് ടു സേ ഓൾ അബൌട്ട് ദാറ്റ്. നിങ്ങൾ ഡയറക്റ്റ് ചോദിക്കുക, എന്താണ് നിങ്ങളുടെ ജീവിതകഥ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ്, എന്തായിരുന്നു ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വേറെ കണ്ടന്റ് ഇല്ലേ, ദാറ്റ്സ് നോട്ട് അവർ പ്രോബ്ലം. ഞങ്ങളെ ഇരയാക്കാൻ കൊടുക്കരുത്, സാധാരണക്കാരെ ഇരയാക്കാൻ കൊടുക്കരുത്. കാരണം വളരെ കഷ്ടപ്പെട്ട് ഉയർന്നു വരികയാണ് അവിടെ. വീണ്ടും അതിന് 10 വർഷം പിന്നീട് വലിക്കരുത്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് പ്രശ്നം. നാറിയാലും കുഴപ്പമില്ല, എനിക്ക് ഈ പബ്ലിസിറ്റി മതി, ആൾക്കാരുണ്ട്. നാണം കെട്ടാലും കുഴപ്പമില്ല. എന്നെ തതേ നല്ലയും പറഞ്ഞു കുഴപ്പമില്ല, എന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പറഞ്ഞു എന്നെ ജനിപ്പിച്ച പിതാവിനെ ഒരു കുഴപ്പമില്ല, അവർക്കൊക്കെ ഈ പബ്ലിസിറ്റി മതി.
ചില സാധാ കമ്മ്യൂണിറ്റീസ് ആണ്. ഇതിപ്പോ നിങ്ങൾ പറയുമ്പോ എനിക്കറിയില്ല നെക്സ്റ്റ് നിങ്ങളുടെ ഈ ഇന്റർവ്യൂ ഔട്ട് ആവുമ്പോ അവര് തിരിച്ച് വേറെ ഇന്റർവ്യൂ കൊടുക്കും. പിന്നെ അടി കുറെ അവര് തിരിച്ച് ഇന്റർവ്യൂ നേരിടാൻ പോകുന്നത് ലാസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഞങ്ങൾക്ക് ആരോടും കോമ്പറ്റീഷനോ ഫൈറ്റോ ഇല്ല. ഞങ്ങൾ നേരിടാൻ പോകുന്നത് ഞങ്ങള് ബോഡി ഷെയിം ചെയ്യുക, ബോഡി ഷെയിം ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുണ്ടന്മാര് തുടങ്ങിയല്ലോ എന്നുള്ള കാര്യം പറയുമായിരിക്കും. അല്ലെങ്കിൽ അവര് പറയും ഇന്നത് പറഞ്ഞ തെറ്റാണ്, ഇന്നത് പറഞ്ഞ അത് വെറുതെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ബെസ്റ്റ് ഓഫ് വന്നിട്ട് പ്രൈമറിലി ഞങ്ങൾ സെലിബ്രിറ്റി അല്ല. വി ഡോണ്ട് നീഡ് യുവർ ലൈക്ക്, വി ഡോണ്ട് നീഡ് യുവർ കമന്റ്സ്, വി ഡോണ്ട് നീഡ് യുവർ സപ്പോർട്ട്. ഒരാള് സെലിബ്രിറ്റി ആവുന്നത് മീഡിയക്ക് മുന്നിൽ വരുമ്പോൾ മാത്രമൊന്നുമല്ല. അങ്ങനെയില്ല, അറിയില്ല, നമുക്കത് ആകേണ്ട കാര്യമില്ല. അല്ല ഞാൻ മേടിച്ചെടുത്തത് തന്നെ വലിയ സംഭവമാണ്. ഒരു ഹോസ്റ്റൽ മേടിച്ചെടുക്കുക, പലയിടത്തും അതൊരു കാര്യമുണ്ട്. നമ്മളിത് മേടിച്ചെടുത്തത് വി ആർ ഫൈറ്റിംഗ് ഫോർ അവർ റൈറ്റ്സ്. ഇറ്റ്സ് നോട്ട് സെലിബ്രിറ്റി. റൈറ്റ്സിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടല്ലോ. അല്ല, അതൊരു ഹ്യൂമൻ ബീങ്ങിന് വേണ്ട ഫണ്ടമെന്റൽ തിങ് ആണ്. അതെ, അതിനൊരു ബോധ്യവും കൂടെ വേണം. അതെനിക്ക് കിട്ടേണ്ടതാണ്, അത് ഞാൻ മേടിച്ചെടുക്കണം എന്നുള്ളതൊരു ബോധ്യവും കൂടെയാണ്. മറ്റേ നമുക്കറിയാം ഇതെനിക്കുണ്ട്, എനിക്ക് ഇതിവിടെ ഹോസ്റ്റൽ അനുവദിക്കണം, ഓ എനിക്ക് വയ്യ വഴക്കുണ്ടാക്കാൻ. ആ ബോധ്യത്തിൽ നിന്ന് അത് ഫൈറ്റ് ചെയ്ത് ഞാനൊക്കെ ആൾബലോ ഇടിയായിരുന്നു. ഇടി ഉണ്ടാക്കാനും പോലീസ് സ്റ്റേഷനിൽ അടി ഉണ്ടാക്കാനും ഇതിനൊക്കെ ആയിരുന്നു നമ്മുടെ ഇതിനിടയിൽ വരുന്നത് ബോഡി ഷേമിംഗ് ആയിരിക്കാം. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അവര് കുറ്റപ്പെടുന്ന കാര്യമില്ല. അവര് കാണുന്നതും അവര് പ്രിവിലേജ് ആയിട്ട് കാണുന്ന കമ്മ്യൂണിറ്റീസ് ഒക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വി ഡോണ്ട് നീഡ് ടു ബി എ സെലിബ്രിറ്റി ടു ലീവ് ഇൻ ദിസ് വേൾഡ്. ഞങ്ങൾക്ക് ഇതിവിടെ അടയാളപ്പെടുത്തണമായിരുന്നു. ഈ ഒരു സാധനം റെപ്രസെന്റ് ചെയ്യണം. ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അവരെല്ലാം പ്രിവിലേജിന്റെ പുറത്തിരുന്നാണ് ഇത് പറയുന്നത്. അൺപ്രിവിലേജ് ആയിട്ടുള്ള മനുഷ്യർ ഇവിടെ ഉണ്ട്. ഇവരുടെ ഈ പ്രിവിലേജിന്റെ ഈ പറച്ചിലുകൾ കാരണം, അതിനെ ഏറ്റെടുക്കുന്ന മീഡിയ കാരണം, അത് സെൻസിറ്റീവായിട്ട് ഏതോ ഒരു പെൺകുട്ടി ഈ മാലിക പണിക്കറിന്റെ ഇന്റർവ്യൂവിന് BGM ഇട്ടിരിക്കുന്നത് ചാന്തുപൊട്ടിന്റെ സോങ്, അത് പിന്നെയും കൊടുക്കുന്ന ഒരു സോഷ്യൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതിന് ലൈക്ക് ചെയ്യുന്ന ആൾക്കാർ സംഭവിച്ചില്ല എന്ന് പറഞ്ഞാലും ഒന്നുമില്ല. ഇന്നത്തെ ദിവസം പോലെ തന്നെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോകും. അതെ, ചായ കുടിക്കണം, പഴംപൊരി കഴിക്കണം, ബിരിയാണി കഴിക്കണം, എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഒരു ചോറും ചമ്മന്തിയും തന്നെ ധാരാളം. ചൂണ്ടി പറയുക എന്ന് പറയുന്ന ഒരു വലിയ സാധനമാണ്, മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അംബേദ്കർ പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അതൊരു ചൂണ്ടലാണ്. അതായത് അതൊരു ഒരു ബോധ്യമാണ്. ആ ബോധ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. അല്ല, ആർക്കെങ്കിലും വേണ്ടി നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇതാണ്. ഞാനിപ്പോ എന്റെ ചാനലിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ എനിക്കറിയാം ഇതൊക്കെയാണ് സംഭവം. പിന്നെ ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിച്ചതാണ്. എന്റെ എക്സ്പീരിയൻസ് വാവാ വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളാണല്ലോ. അല്ല, ഈ എക്സ്പീരിയൻസ് പറയേണ്ട ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ റോസ ഫെലീഷ്യ, ശ്രീകുട്ടി ചേച്ചി, ശ്രീകുട്ടി അല്ലല്ലോ എന്തായാലും പേര്, ദേവുട്ടി ഷാജി, സിസിലി ജോർജ്, പ്രകൃതി is there. I know. Prakriti is there. So many people are there, but why they are not celebrated as a ഒരു ചാനലിലായിരുന്നു ആരാന്ന് പോലും അറിയത്തില്ലാത്ത ആൾക്കാരെ കൊണ്ടിരുത്തിയിട്ട് എന്നുണ്ട് വിശേഷം വിവാദങ്ങൾ. അതുകൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ചോദിച്ചു കുറച്ച് സെലിബ്രിറ്റി മാനിയ എന്ന് പറയും. നമുക്ക് എന്നോട് അഡ്ജസ്റ്റ്മെന്റിന് ചോദിച്ചു, ഞങ്ങളോടൊന്നും ഈ പറഞ്ഞ ആരും ഒന്നും ചോദിക്കാറില്ല. ഞങ്ങളോട് തെറി പോലും ഇപ്പൊ വിളിക്കാറില്ല. നമുക്ക് നിർത്താം. എന്താണെങ്കിലും ഫൈറ്റിന് നിൽക്കുക, എന്താണെങ്കിലും ഞാൻ ഉണ്ടാവും. കാരണം വെച്ചാൽ അതെനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നോട് ചെയ്യുന്നൊരു നീതിയും സമൂഹത്തിനോട് ചെയ്യുന്നൊരു എൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ഞാൻ എന്നോട് ചെയ്യുന്ന നീതിയും ഞാൻ നിങ്ങളോട് സമൂഹത്തിന് ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. അപ്പം എന്താണെങ്കിലും ഫൈറ്റ് തുടർന്നുകൊണ്ടേയിരിക്കുക. കമന്റിൽ വന്നുകൊണ്ടിരിക്കും. പറയണമെന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് അസ്വസ്ഥത എടുക്കില്ലേ, നമുക്കെതിരെയുള്ള പണി ഞങ്ങളുടെ ആൾക്കാരോട് പറഞ്ഞു, അവര് കേട്ടില്ല. അപ്പൊ പിന്നെ പൊതുസമൂഹത്തോട് പറയാം, അക്സെപ്റ്റ് ചെയ്യാതിരിക്കും. എന്താണെങ്കിലും താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ശരി, താങ്ക് യു.